ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞുകണ്ണൻ ആൻഡ് ടിമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ മകരച്ചൊവ്വയും പൊങ്കാല മഹോത്സവമാണ് കേട്ടോ. ഇന്ന് 20-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയാലോ? അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് നടന്നാണ് പോകുന്നത് കേട്ടോ. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ നടന്നാണ് പോകാറുള്ളത്. അത്ര ദൂരമൊന്നുമില്ല. ഇവിടെ അടുത്തുനിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്നു പോവുകയാണ് അമ്പലത്തിലോട്ട്. അമ്പലത്തിലെത്തിയപ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടവിടെ വെച്ചു. ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ പായസം വയ്ക്കുന്നത്. അങ്ങനെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. തീയൊക്കെ കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തിരുമേനി വന്ന് പൂജയൊക്കെ തുടങ്ങി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പായസം വയ്ക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും അവിടെ പറ്റിയെന്നുണ്ടായാലും നിൽക്കാൻ വേണ്ടി നല്ല പുകയായിരുന്നു കേട്ടോ. എല്ലാ അടുപ്പും കത്തിച്ചിട്ട് പുകയല്ലേ, ഫുള്ള് പുകയായിരുന്നു കേട്ടോ. നല്ല ഫുള്ളായിട്ട് പുകയായിരുന്നു. നിൽക്കാൻ വിടുന്നില്ല. കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ കട്ടൻ തിന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയി നിന്നോട്ടോ. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. നമ്മൾ വേറെ സ്ഥലത്ത് പോയി നിന്നോട്ടെ കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പായസമൊക്കെ വെച്ച് കഴിഞ്ഞ് തിളച്ചെന്നും പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് കഴിച്ചു. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഉപ്മാവും ചായയും അതൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ട് ആ പായസമൊക്കെ ഒന്ന് കഴിച്ചപ്പോൾ സമാധാനമായി കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല ശർക്കരയും പഴത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ മകരച്ചൊവ്വയുടെയും പൊങ്കാലയുടെയും വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.